ഹലോ, നമസ്കാരം. ബാഗൊക്കെ തൂക്കി എങ്ങോട്ടായിരിക്കും പോകുന്നത് എന്നതായിരിക്കും നിങ്ങളുടെയൊക്കെ സംശയം. ഈ നാട് വിട്ട് പോകണമെന്നൊക്കെ സംശയം ഉണ്ടാവാം. നാട് വിട്ടൊന്നും പോകുന്നില്ല, സ്വന്തം വീട് വിട്ട് കുറച്ച് 2-2 ദിവസത്തേക്ക് മാറി നിൽക്കുകയാണെന്ന് മാത്രം. തിരുവനന്തപുരത്ത് നിന്ന് മലപ്പുറത്തേക്കുള്ള ഒരു യാത്രയിലാണ്. മലപ്പുറത്ത് കുറച്ച് പരിപാടികളുണ്ട്. തിരിച്ചു വരുമ്പോൾ എറണാകുളത്തും ഒരുപക്ഷെ ആലപ്പുഴയിലൊക്കെ ആയിട്ട് കുറച്ച് പരിപാടികളൂടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് മലപ്പുറം വരെ ഒറ്റ സ്ട്രെച്ചിൽ ട്രെയിനിലോ ബസ്സിലോ ഒന്നുമല്ല പോകുന്നത്, കാറിൽ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. എങ്ങനെയായിരിക്കും വരുന്ന വഴിയിൽ എന്തെങ്കിലുമൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഉണ്ടാവുമോ എന്നതിനെ പറ്റിയുള്ള കുറച്ച് ആകുലതകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും പോകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഒരു വീഡിയോ ആയിട്ട് എടുത്ത് വയ്ക്കാം. എന്തെങ്കിലും കൗതുകമുള്ള കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ പറ്റിയാലോ, എങ്കിലും ഒരു ഇൻട്രൊഡക്ഷൻ വേണ്ടി അതിനാണ് ഇത്തരം ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ മലപ്പുറത്തേക്കുള്ള നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുന്നു. അതാ നമ്മൾ യാത്ര ചെയ്യുന്ന കാർ എത്തി. വെറും കാറല്ല, ബെൻസിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന സൂരജ്കുമാർ നായരാണ് നമ്മുടെ യാത്രയിലെ സഹപങ്കാളി. അപ്പോൾ നമ്മുടെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ വണ്ടിയിൽ കയറി. ബെൻസ് മുതലാളി ഇത് സൂരജ്കുമാർ നായർ, നമ്മുടെ പ്രശസ്തനാകാൻ പോകുന്ന ഒരാളാണ്. ബാക്കിയൊക്കെ വഴിയെ പറയാം. അപ്പൊ അതെ, അപ്പം ഞങ്ങളിങ്ങനെ കാറിൽ കയറി. അപ്പൊ മലപ്പുറത്തേക്കുള്ള യാത്രയാണ്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ വീഡിയോയിൽ എക്സൈറ്റിംഗ് എന്തെങ്കിലും സാധനം നിങ്ങൾക്ക് തരാൻ പറ്റുമെന്നൊന്നും അറിയില്ല. എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് അതെ, അതിനെപ്പറ്റി സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. അപ്പൊ നമ്മളങ്ങനെ ഒരു പ്രതീക്ഷയിൽ അങ്ങ് പോവുകയാണ്. ഇതിനിടയിൽ എക്സൈറ്റിംഗ് എന്തെങ്കിലും സാധനം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് തരാൻ വേണ്ടി ഒരു ഇൻട്രൊഡക്ഷൻ വേണമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്തു പോകുന്നത്. അപ്പോൾ ബാക്കിയൊക്കെ വരുന്ന പോലെ കാണാം. ഇനിയിപ്പോ തിരുവനന്തപുരത്ത് നമ്മളിപ്പോ തുമ്പ കഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി ഈ വിശേഷങ്ങളൊക്കെ പോണ വഴിക്ക് തരാം. നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. കൊല്ലത്തേക്ക് നമ്മൾ പ്രവേശിച്ചപ്പോൾ തന്നെ നമ്മളെ സ്വീകരിക്കാനെന്ന പോലെ ഒരു ഘോഷയാത്ര സൈഡിൽ കൂടെ പോകുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ട് തോന്നി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കാഴ്ചകളാണ്. ബാൻഡ് സെറ്റുണ്ട്, അതുപോലെ കുറേ തരണീമണികളും കുട്ടികളും ഒക്കെ വിളക്കുകളുമായി പോകുന്നു. ഒപ്പം തെയ്യമൊക്കെ ഉണ്ട്. കൊള്ളാം, നല്ല രസമുണ്ട്. നമ്മളിപ്പോൾ ആലപ്പുഴ എത്തിയിട്ടുണ്ട്. ആലപ്പുഴയിലെ ഹൈവേയിൽ തന്നെ കിസ്മത്ത് എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട്. ചെറിയൊരു ഹോട്ടലാണ്. പക്ഷേ ഇവിടെ ഒരു ചേട്ടനും ചേച്ചിയും രാത്രി സമയത്ത് ഇപ്പോൾ 11 മണിയോളം ആയെങ്കിലും അവരിരുന്ന് ദോശയൊക്കെ ചുട്ട് ഇരിക്കുകയാണ് റോഡ് സൈഡിൽ തന്നെ. അപ്പോൾ അവരുടെ ഒരു കുട്ടി മോനൊക്കെ ഉണ്ട്. അവനൊക്കെ ഭയങ്കര ആക്റ്റീവാണ്. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഇന്ന് ആഹാരം കഴിക്കാമെന്ന് കരുതി. അപ്പോൾ നൈറ്റല്ലേ, നമുക്കിനി മലപ്പുറം വരെ പോകാനുള്ളതല്ലേ, അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ദോശയും പിന്നെ ഒരു ബീഫ് റോസ്റ്റുമാണ് ഓർഡർ ചെയ്തത്. ദോശ നല്ല ചൂട് ദോശയാണ് കേട്ടോ, ചുട്ടോ. സമയം ഇപ്പോൾ ഏകദേശം രാത്രി 1:30 ആയിട്ടുണ്ട്. 1:30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തൃശ്ശൂർ കഴിഞ്ഞു. ഇനി ഏകദേശം 2 മണിക്കൂർ കൂടിയുണ്ട് നമ്മുടെ ഡെസ്റ്റിനേഷനായ മലപ്പുറത്തെ പെരിന്തൽമണ്ണയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ആ വീഡിയോയിൽ കണ്ടതുപോലെ നമ്മൾ ബെൻസിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് ഗുണങ്ങളും ഉണ്ട്. ഗുണങ്ങൾ കൂടുതലാണ്. കാരണം ഇപ്പോൾ വണ്ടി ഓടുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. വണ്ടിയുടെ ഒരു സീറ്റിങ്ങിൻ്റെ ആണെങ്കിലും നമ്മുടെ ഒരു റിലാക്സേഷനൊക്കെ ആണെങ്കിലും അത് നൽകുന്ന ഒരു ബിൽഡപ്പ് ഭയങ്കര വലുതാണ്. അതിലും വലിയ ഇമ്പോർട്ടൻ്റ് ആയ രസകരമായിട്ടൊരു പോയിന്റ് കാണിച്ചു തരാം. കാരണം 1:30 കഴിഞ്ഞ സമയം പറഞ്ഞതുപോലെ തന്നെ. പക്ഷേ ഈ സമയത്ത് വണ്ടി ഓട്ടിക്കുന്നവർ നേരിടേണ്ടി വരുന്ന വലിയൊരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കക്ഷീണം വരിക എന്നുള്ളതായിരിക്കും. കാരണം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരം ഒന്ന് ഒരു ഉറക്കത്തിലേക്ക് വഴുതിപ്പോവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. ഈ സമയത്ത് നമ്മുടെ വണ്ടി തന്നെ നമുക്കൊരു മുന്നറിയിപ്പ് നൽകി എങ്ങനെയിരിക്കും. നമ്മുടെ ബെൻസ് അത്തരമൊരു മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്, കാണിച്ചു തരാം. കണ്ടില്ലേ, അറ്റൻഷൻ അസിസ്റ്റ്, ടേക്ക് എ ബ്രേക്ക് എന്നും പറഞ്ഞൊരു ചായക്കപ്പിൻ്റെയൊക്കെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയാണ്, ഒരു ചായയൊക്കെ കുടിച്ചൊന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രം വണ്ടി ഇനി കണ്ടിന്യൂ ചെയ്താൽ മതി എന്ന രീതിയിൽ ബെൻസ് നമുക്ക് നൽകുന്ന മുന്നറിയിപ്പാണ്. അതൊരുപക്ഷെ നമ്മുടെ പൾസും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാകാം ഇത്തരം ഒരു മുന്നറിയിപ്പ് അവർ തരുന്നത്. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മൈലേജ്. ഇപ്പോൾ നമുക്ക് ഏകദേശം 19.6 km/h മൈലേജ് കിട്ടുന്നുണ്ട്. ബെൻസിൻ്റെ സിറ്റി ലിമിറ്റിൻ്റെ നോർമൽ മൈലേജ് എന്നൊക്കെ പറയുന്നത് ഏകദേശം 11 ആണെന്ന് തോന്നുന്നു. ആ സമയത്ത് ഒരു ലോങ് ട്രിപ്പ് പോകുന്നതിൻ്റെ ഗുണമാകാം. എന്തായാലും കൊള്ളാം, ബെൻസിൻ്റെ ഫീച്ചേഴ്സൊക്കെ പൊളിയാണ്.
തുറന്നു പറയട്ടെ, ഇത് ഏതൊക്കെ വഴിയാണ് പോകുന്നതെന്ന് ഞങ്ങൾക്കൊരു പിടിയില്ല. ഗൂഗിൾ മാപ്പ് കാണിച്ചുന്ന വഴി പ്രകാരം പോകുന്നതാണ്. കണ്ട കാടും മേടും കടലും ഒക്കെ കടന്നാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് ഷൊർണൂർ പോകുന്ന റോഡാണ് നമ്മൾ ഉദ്ദേശിച്ചത്. കാരണം ഷൊർണൂർ പോയി ഷൊർണൂർ പട്ടാമ്പി വഴി പെരിന്തൽമണ്ണ കയറാം എന്നൊക്കെയാണ് നമ്മളുടെ ഒരു പ്രതീക്ഷയായിരുന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്ന റോഡെന്ന് പറഞ്ഞാൽ മെയിൻ റോഡൊന്നുമല്ല, ഇട റോഡുകളാണ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എവിടെ കൊണ്ട് നമ്മൾ എത്തിക്കുമെന്നതിനെ പറ്റി ഒരു പിടിയില്ല. എന്നാലും നമ്മളൊരു ലക്ഷ്യത്തിനനുസരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് തന്നെ നമ്മൾ മെയിൻ റോഡ് വഴി അല്ല പോകുന്നത് എന്നതുകൊണ്ട് ആരോടും ചോദിക്കാനൊരു കട പോലും ഇല്ല. ഒന്നാമത് രാവിലെ അതിപുലർച്ചെ 2:30-3 മണിയായി കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ലിമിറ്റേഷൻസ് ഉണ്ട് നമുക്ക് ആരെങ്കിലും വഴിയിൽ നിർത്തി ചോദിക്കുന്നതിന്. അതോടൊപ്പം തന്നെ ഈ ഫ്രണ്ടിൽ പോകുന്ന ഒരു കാറ് മാത്രമാണ് കഴിഞ്ഞ കുറച്ച് നേരമായി ഞങ്ങൾ കണ്ട ഏക വണ്ടി എന്ന് പറയുന്നത്. എങ്കിലും ഈ ഗൂഗിൾ മാപ്പ് ചതിക്കില്ല എന്നൊരു വിശ്വാസത്തിൽ പോവുകയാണ്. ചതിച്ച അനുഭവങ്ങളുണ്ട്, അത് വേറെ കാര്യം. എങ്കിൽ പോലും കൊണ്ടെത്തിക്കുന്നത് നമ്മുടെ ലക്ഷ്യത്തിൽ തന്നെയാണ്. ഇനി കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമില്ല, ഈ റോഡ് തന്നെ പിടിക്കാം, വേറെ മാർഗ്ഗമില്ല എന്ന രീതിയിലാണ് പോകുന്നത്. പട്ടാമ്പി കയറി അതുവഴി പെരിന്തൽമണ്ണ എത്താമെന്നായിരുന്നു, ഷൊർണൂർ പെരിന്തൽമണ്ണ എത്താമെന്നാണ് കരുതിയത്. മൊത്തം കാടും പടലും ഒക്കെ ഉള്ള വഴികളിലൂടെയാണ്. കാരണം കണ്ടില്ലേ, ചുറ്റും കാട്, നടുക്കൂർ റോഡ്, നമ്മുടെ വണ്ടിയിൽ മാത്രം വെളിച്ചം. ഇതിനിടയിൽ നമ്മുടെ ഫ്രണ്ടിൽ പോയ കാറും ഇടയ്ക്ക് മിസ്സായി. ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല. എന്നാലും ലക്ഷ്യത്തിൽ എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അല്ലേ, വേറെ എന്താ മാർഗം. ഹായ്, അപ്പോൾ ഏകദേശം മണി 4:15 രാവിലെ 4:15 ഞങ്ങളത് നമ്മുടെ പെരിന്തൽമണ്ണയിൽ എത്തിയത്. പെരിന്തൽമണ്ണയിൽ എത്തിയപ്പോൾ തന്നെ ഇവിടെ അടുത്തൊരു ഓയോ വഴി റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. വഴിയൊക്കെ കുറച്ച് ചുറ്റിക്കറങ്ങിയൊക്കെയാണ് വന്നത്. റോഡ് പലയിടത്തും മോശമായിരുന്നു, അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്, കുറച്ച് സമയം കൂടുതലെടുത്തു. അപ്പം അങ്ങനെ ഓയോയുടെ റൂം എടുത്തു, നേരെ വന്ന് ബെഡിൽ കയറുകയാണ്, ഒന്ന് കിടന്നുറങ്ങുകയാണ്. കാരണം ഇവർക്കാകെ 11 മണി വരെ നമുക്ക് റൂം അലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഓയോയുടെ പുതിയ റൂൾ അനുസരിച്ച് ഉച്ചയ്ക്ക് 12 മണി മുതൽ അടുത്ത 11 മണി വരെയാണ് അവർ റൂം അലോട്ട് ചെയ്യുക. അത് നമ്മൾ ഏത് സമയത്ത് വന്നാലും, അതായത് നമ്മളിപ്പോൾ 4:30 വന്നെങ്കിലും നമ്മൾ ഫുൾ ഡേ റെന്റ് കൊടുക്കണം. അതേ സമയത്ത് 11 മണി ആകുമ്പോൾ നമ്മളിത് ചെക്ക് ഔട്ട് ചെയ്യണം. അതുകൊണ്ട് സമയം വേസ്റ്റ് ആക്കാനില്ല, ചെറുതായിട്ടൊന്ന് ഉറങ്ങണം. രാവിലെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ രാവിലെ കാണാം. ഓൾറെഡി രാവിലെ ആയി, എങ്കിലും ഗുഡ് മോർണിംഗ്, ബൈ.